ഹലോ ഓൾ, വെൽക്കം ടു മൈ മെൻറ്റർ PSC. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം എക്സാമിന് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർസിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം പുരസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും കറണ്ട് അഫെയർസിൽ ഒരുവിധം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പുരസ്കാരങ്ങൾ. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, അങ്ങനെയുള്ള എല്ലാ പുരസ്കാരങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ എഴുത്തച്ഛൻ പുരസ്കാരവും എല്ലാ പുരസ്കാരം, സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. ഏതാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? NS മാധവനാണ് ലഭിച്ചത്. ആർക്കാണ്? NS മാധവനാണ് 2024 എന്ത് ലഭിച്ചത്? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് 2024 അദ്ദേഹത്തിന് എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 32ആണ്. 2024 NS മാധവന് 32ാമത്തെ എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ, രചനകളൊക്കെ നോക്കണം. നോവൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന് പറയുന്ന നോവൽ. എന്താണ്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നോവലാണ്. മറ്റു കഥാസമാഹാരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഹിഗ്വിറ്റ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഹിഗ്വിറ്റ ആരുടെയാണ്? NS മാധവന്റെ കൃതിയാണ്. അതുപോലെ തന്നെ ചൂളൈമേടയിലെ ശവങ്ങൾ, തിരുത്ത്, ചെറുകഥയാണ്. തിരുത്ത് എന്ന് പറയുന്ന ചെറുകഥ, പര്യായ കഥകൾ, പഞ്ചകന്യകകൾ, ഭീമച്ചൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. 32ാമത് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഓപ്ഷനിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കറണ്ട് അഫെയർസുമായിട്ട് കിടക്കുന്നത് അശോകൻ ചരുവിൽ എന്നുള്ള പേരാണ്. ഓപ്ഷൻ D ആണ്, അശോകൻ ചരുവിൽ. അദ്ദേഹത്തിന് 2024 വയലാർ പുരസ്കാരമാണ് ലഭിച്ചത്. 2024 വയലാർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? അശോകൻ ചരുവിലിന് ലഭിച്ചു. ഏതാണ് അദ്ദേഹത്തിന്റെ കൃതി? കാട്ടൂർ കടവ എന്ന് പറയുന്ന കൃതിക്കാണ്. കാട്ടൂർ കടവ എന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? വയലാർ പുരസ്കാരം. എത്രാമത്? 48ാമത്. അതോടുകൂടി നോട്ട് ചെയ്ത് വെക്കണം എത്രാമത് പുരസ്കാരമാണ് എന്നുള്ളത്. 48ാമത് വയലാർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? അശോകൻ ചരുവിലിന് ലഭിച്ചു. അതുപോലെ തന്നെ നമ്മൾ NS മാധവന് ലഭിച്ചത് എന്താണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അതൊരു ചേരുംപടി ചേർക്കുന്ന ചോദ്യമാണ്. തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി, അപ്പോൾ തെറ്റായ ജോഡി എന്താണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം കൊടുത്തേക്കുന്നത് 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആർക്കാണ് ലഭിച്ചത്? NS മാധവൻ. അത് കറക്റ്റ് ഓപ്ഷനാണ് അല്ലേ, കറക്റ്റ് ജോഡിയാണത്. അടുത്തത് വയലാർ അവാർഡ്, അത് നമ്മളിപ്പോൾ പഠിച്ചു. അശോകൻ ചരുവിലാണ്. വയലാർ അവാർഡ് ആർക്ക് ലഭിച്ചത്? അശോകൻ ചരുവിലാണ്. അടുത്ത പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരമാണ്. നമുക്കറിയാം അല്ലേ, പത്മശ്രീ പോലെ ഒക്കെ കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു അവാർഡാണ് ഈ പറയുന്ന കേരള ജ്യോതി, കേരള ശ്രീ, കേരള പ്രഭ പുരസ്കാരമൊക്കെ. ഇപ്പം 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനുവിനാണ്. MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. അടുത്ത് കൊടുത്തിരിക്കുന്നത് ഓടക്കുഴൽ അവാർഡാണ്. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയുടെ പേരെന്താ കൊടുത്തേക്കുന്നത് ഇവിടെ? D വിനയചന്ദ്രനാണ്. അത് തെറ്റാണ്. അപ്പോൾ അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ 2023 നമ്മുടെ ഓടക്കുഴൽ പുരസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ 2024 ഇതിപ്പോൾ കൊടുത്തിരിക്കുന്ന എല്ലാം 2024 അല്ലേ. അപ്പോൾ 2024 ഓടക്കുഴൽ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം. ആർക്കാണ്? K അരവിന്ദാക്ഷനാണ്. ഏതാണ്? K അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ കൃതി ഗോപ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഒന്നും കൂടി നോക്കാം. നമുക്ക് ഈ തന്നിരിക്കുന്ന 4 ജോഡികളിൽ ഓടക്കുഴൽ അവാർഡ് മാത്രമാണ് തെറ്റായ ജോഡിയുള്ളത് അല്ലേ. അപ്പം ആ ജോഡി കറക്റ്റ് ശരിയായ ജോഡികൾ എങ്ങനെ വരണം എന്ന് നമുക്ക് നോക്കാം. 2024 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? K അരവിന്ദാക്ഷനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിന് തൊട്ട് മുന്നത്തെ വർഷം 2023 24 54ാമത്തെ അവാർഡ് കിട്ടി. 23 53ാമത്തെ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ്
2023 എന്ത് ലഭിച്ചിട്ടുള്ളത്? ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെ ഈ പറയുന്ന ജോഡികൾ വെച്ചിട്ട് അപ്പം നമ്മൾ എത്ര പുരസ്കാരങ്ങളാണ്? 4 പുരസ്കാരങ്ങളാണ് ഒറ്റ ചോദ്യത്തിൽ കവർ ചെയ്തു പോയത്. അപ്പം അങ്ങനെ പുരസ്കാരങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ജോഡിയായിട്ടൊക്കെ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം 2024 ആർക്കാണ് ലഭിച്ചത്? കെ അരവിന്ദാക്ഷനാണ് ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ചോദ്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. ONV കുറിപ്പിന്റെ പേരിലുള്ള ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? തന്നിരിക്കുന്നത് 2024 ഓക്കെ. അപ്പം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്വാഭാവികമായും 2024 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ വർഷത്തെയാണ്. തൊട്ട് ഇപ്പോൾ 2025 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഉത്തരം പ്രതിഭ റായിയാണ്. 2024 എന്ത് പുരസ്കാരം? ONV സാഹിത്യ പുരസ്കാരം ഏതാണ്? പ്രതിഭ റായിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം 2025 പ്രഖ്യാപിച്ചു. അത് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. ഓക്കെ ആണല്ലോ? ONV സാഹിത്യ പുരസ്കാരം 2025 അതാണ് ഏറ്റവും പുതിയ കറണ്ട് അഫെയർ ആയിട്ട് വരുന്നത്. ചോദ്യം 2024 ആയിരുന്നുവെങ്കിലും 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 2025 പ്രഭാവർമ്മയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ONV സാഹിത്യ പുരസ്കാരമായി, എഴുത്തച്ഛൻ പുരസ്കാരമായി, വയലാർ അവാർഡ്, അങ്ങനെ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒരുപാട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ. ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുരസ്കാരം ലഭിച്ച ആളെയും പഠിക്കണം, ആളുടെ കൃതിയെയും പഠിക്കണം അല്ലേ? ഓക്കെ. അപ്പം 2024 എന്താണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? ഉണ്ണി അമ്മയമ്പലത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ അൽഗോരിതങ്ങളുടെ നാട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതി. ഏതാണ്? ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഈ പറയുന്ന ടോപ്പിക് ഒക്കെ 2024 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ കറണ്ട് അഫെയർസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അൽഗോരിതങ്ങളുടെ നാട് എന്ന് പറയുന്ന ആരുടെ കൃതിയാണ്? ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതിയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മീശക്കള്ളൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. മീശക്കള്ളൻ എന്ന് പറയുന്ന കൃതി ഒരു ചെറുകഥയാണ്. ആരുടെയാണ്? ശ്യാം കൃഷ്ണനാറിൻ്റെ ചെറുകഥയാണ്. ഏത്? മീശക്കള്ളൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചു. ഏത് വർഷം? 2024. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്യാം കൃഷ്ണനാർ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മീശക്കള്ളൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ്? ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ഉണ്ണി അമ്മയമ്പലം. അദ്ദേഹത്തിൻ്റെ കൃതി അൽഗോരിതങ്ങളുടെ നാട് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മീശക്കള്ളൻ എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? ഒരു ചെറുകഥയാണ്. ശ്യാംകൃഷ്ണനാറിൻ്റെയാണ്. അദ്ദേഹത്തിന് 2024 യുവ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് ഉൽക്കകൾ എന്ന് പറയുന്ന കൃതി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയാണ്. ഓക്കെ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയാണ് ഉൽക്കകൾ എന്ന് പറയുന്ന കൃതി. ഓക്കെ. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ പുരസ്കാരം. ഇനി അടുത്തത് നമ്മൾ കേരള പ്രഭാ പുരസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 2024 കേരള പ്രഭാ പുരസ്കാരം, പത്മശ്രീ, പത്മഭൂഷൺ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ. അപ്പോൾ അതിൽ കേരള പ്രഭാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? 2024 കേരള പ്രഭാ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളുടെ പേര് 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2 വ്യക്തികൾക്കാണ് 2024 എന്ത് ലഭിച്ചത്? കേരള പ്രഭാ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്ന് ഡോക്ടർ M.S. സോമനാഥും അതുപോലെ തന്നെ ഭുവനേശ്വരിയാണ്. എസ് സോമനാഥും ഭുവനേശ്വരിക്കുമാണ് 2024 എന്ത് ലഭിച്ചത്? കേരള പ്രഭാ പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പം എസ് സോമനാഥിന് ഏതാണ് മേഖല? ശാസ്ത്ര സാങ്കേതിക രംഗം എന്നുള്ള സെക്ഷനിലാണ് അവാർഡ് കൊടുത്തതെങ്കിൽ പി ഭുവനേശ്വരിക്ക് ഈ പറയുന്ന കേരള പ്രഭാ പുരസ്കാരം കൃഷി മേഖലയുമായി ബന്ധപ്പെട്ടാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ. അപ്പം കേരള പ്രഭാ പുരസ്കാരങ്ങൾ കേരള ജ്യോതി M.K. സാനുവിന് ലഭിച്ചു. കേരള പ്രഭാ പുരസ്കാരങ്ങൾ 2 വ്യക്തികൾക്ക് കൊടുത്തു. എസ് സോമനാഥും അതുപോലെ തന്നെ എന്താണ്? പി ഭുവനേശ്വരി. ക്ലിയർ ആണല്ലോ? അപ്പം ആ 2 പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക.
അപ്പോൾ അത് കേരള പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? അപ്പം രാജ്യത്തെ, ഇന്ത്യയിലെ തന്നെ എന്താണ് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? കൊല്ലമാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല ഏതാണ്? കേരളത്തിലാണ്. അതെവിടെയാണ്? കൊല്ലം ജില്ലയാണ്. മുൻവർഷം PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡ് നിലവിൽ വന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡ് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പം കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ് എന്ത് വന്നിട്ടുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡ് നിലവിൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? മറ്റൊരു പോയിന്റും കൂടി നമുക്ക് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരം ഏതാണ്? എന്താണ്? ലോകാരോഗ്യ സംഘടനയുടെയാണ്. ആ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ ചോദ്യം ഏതായിരുന്നു? ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി എവിടെയാണെന്ന് നമ്മൾ ചോദ്യം കണ്ടു. അത് കൊല്ലം ജില്ലയിലാണ്. പിന്നെ 2 പോയിന്റ് കൂടി പഠിക്കുകയാണ്. ഏറ്റവും വലിയ സ്മാർട്ട് റോഡ് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നമുക്കറിയാം, ഏതാണ്? കേരളമാണ് അല്ലേ? ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനകത്ത് കൂടുതൽ ഡൗട്ട് ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ കേരളം ഉത്തരം വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കേരളം എന്ന ഉത്തരം തരുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ് നോക്കാം. ഒന്ന്, രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ക്ലിയർ ആണല്ലോ? കേരളമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കുള്ളത്. അതുപോലെ തന്നെ ക്ഷയരോഗ നിവാരണം, ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ ക്ഷയരോഗ നിവാരണത്തിനുള്ള മികച്ച രീതിയിൽ ക്ഷയരോഗ നിവാരണത്തിനുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളമാണ്. ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗ നിവാരണത്തിനുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് 2024-25 വർഷത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ 2024-25 വർഷത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2025 ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ വ്യവസ്ഥയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം പൂർണ്ണമായ ഡിജിറ്റൽ ബാങ്കിങ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു. അതേതാണ്? നമ്മുടെ സംസ്ഥാനമാണ് കേരളം. അങ്ങനെയാണെങ്കിൽ കേരളവുമായി ബന്ധപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെടുന്ന ഉത്തരം വരുന്ന കുറച്ച് പോയിന്റുകളാണ് നമ്മൾ നോക്കിയത്. ഒന്നെന്താണ് നോക്കിയത്? ശിശു മരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. മറ്റൊന്ന്, ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗ നിവാരണം, ക്ഷയരോഗത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷയരോഗ നിവാരണത്തിനുള്ള പുരസ്കാരം ലഭിച്ച നമ്മുടെ സംസ്ഥാനമാണ് കേരളമാണ്. ഓക്കെ, മറ്റൊന്ന് എന്തായിരുന്നു? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളമാണ്. മറ്റൊന്നെന്താണ്? ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ വ്യവസ്ഥയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേരളം എന്ന ഉത്തരം വരുന്ന കുറച്ച് പോയിന്റുകളാണ്. അത്തരമുള്ള പോയിന്റുകളൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വിഴിഞ്ഞം തുറമുഖം അല്ലേ. റീസെൻ്റ് ആയിട്ട് വിഴിഞ്ഞം തുറമുഖം കറണ്ട് അഫെയർസുമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് PSC ഓൾറെഡി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് എന്നുള്ളതാണ്. ജില്ലയിലാണെന്ന് പോലും അല്ല ചോദിച്ചിട്ടുള്ളത്, ഏത് താലൂക്കിലാണ് എന്നുള്ളതാണ്. ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ്
ഏത് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞവുമായി ബന്ധപ്പെടുന്ന കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കണം. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം അല്ലേ, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. നമുക്ക് നോക്കാം എന്താണ് പ്രത്യേകതകൾ. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ഏതാണ് അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? വിഴിഞ്ഞം തുറമുഖമാണ്. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മുടെ രാജ്യത്തെ എന്താണ് ആദ്യത്തെ ആഴമുള്ള എന്താണ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. എൻ്റെ ലൊക്കേഷൻ അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്, നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ഒരു ലൊക്കേഷൻ കോഡുണ്ട് INTRV 01 എന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് വരുന്നത്. ഓക്കെ, നേരത്തെ അത് NYY1 എന്നായിരുന്നു. അപ്പോൾ അത് നെയ്യാറ്റിൻകര താലൂക്ക് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് അങ്ങനെ വന്നത്. നിലവിൽ നമ്മുടെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് എന്താണ്? INTRV 01 എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യം എത്തിയ എന്താണ് ചരക്കു കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഷെൻഹുവ 15 ആണ്. ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ. ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചത് മെയ് 2-നാണ്. മെയ് 2, 2025 ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നൊരു എന്താണ് ന്യൂസാണ് അല്ലേ. 2025 മെയ് മാസം 2-ാം തീയതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ത് ചെയ്തത്? രാജ്യത്തിന് സമർപ്പിച്ചത്. അത് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2025 മെയ് 2-ന് എന്ത് ചെയ്തത്? വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. അപ്പോൾ അത് വളരെ റീസെൻ്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിത്ത് ഡേറ്റ് നിങ്ങളത് ഓർത്ത് വെച്ചിരിക്കുക. മെയ് 2, 2025-നാണ് വിഴിഞ്ഞം തുറമുഖം എന്ത് ചെയ്യുന്നത്? രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത് നിർവഹിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ആഴമുള്ള എന്താണ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എന്താണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നോബൽ സമ്മാനങ്ങളുമായിട്ടുള്ള ചോദ്യമാണ്. നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇത് 2024-ലെയാണ്. എന്താണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലെ കറണ്ട് അഫെയർസിൽ നോബൽ പുരസ്കാരം എന്ന് പറയുന്നൊരു സെക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2024-ലെ എല്ലാ മേഖലയിലുമുള്ള പുരസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ 2024-ലെ സമാധാനത്തിനുള്ള പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നിഹാൻ ഹിൻഡാക്യോ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്. ഏതാണ്? നിഹോൻ ഹിൻഡാക്യോ എന്ന് പറയുന്ന ജപ്പാനിലെ സംഘടനയ്ക്കാണ് 2024-ൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? ഒരു സംഘടനയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളത് ഓർത്ത് വെച്ചിരിക്കുക. ഇത് എവിടെയുള്ള സംഘടനയാണ്? ജപ്പാനിലുള്ള സംഘടനയാണ്. ഇവർ ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ്. അപ്പം ഇത് ഹിരോഷിമ നാഗസാക്കിയുമായി ബന്ധപ്പെട്ട ന്യൂക്ലിയർ ദുരന്തത്തെ അതിജീവിച്ചവരുടെ ഒരു സംഘടനയാണ് ഈ പറയുന്ന എന്താണ് നിഹോൻ ഹിഡാൻകോ എന്ന് പറയുന്ന സംഘടന. അതിൽ ലോകത്തെ ആണവായുധ മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾക്കാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നും കൂടി പറയാം. 2024-ലെ എന്ത് പുരസ്കാരം? സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച സംഘടനയുടെ പേരെന്താണ്? നിഹോൻ ഹിഡാൻകോ എന്ന് പറയുന്ന സംഘടനയാണ്. നിഹോൻ ഹിഡാൻകോ എന്ന് പറയുന്ന സംഘടനയാണ്. ജപ്പാനിലെ സംഘടനയാണ്. ഇവരെന്താണ്? ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബിങ്ങിന്റെ ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ്. ഇവരുടെ പ്രവർത്തനം തന്നെ എന്താണ്? ലോകത്തെ അണുവായുധ മുക്തമാക്കുക എന്നുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അണുവായുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക, അങ്ങനെ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്കാണ് 2024 എന്ത് ലഭിച്ചിട്ടുള്ളത്? സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യമാണ്. എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളിയുമായിട്ട് ചോദിച്ചേക്കുന്നത്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? 70ാമത്. അപ്പം ഇയർ അല്ല ചോദിച്ചേക്കുന്നത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മത്സരങ്ങളുടെ വിജയി ആരാണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്?
ആരാണ് അതിൻ്റെ വിജയി എന്ന് പറയുന്നത്? നമ്മുടെ കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മത്സര വിജയി എന്ന് പറയുന്നത്. അപ്പം നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. എവിടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? പുന്നമടക്കായലിലാണ് നടക്കുന്നത്. പുന്നമടക്കായലിലാണ് ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് ഈ പറയുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ 70ാമത് നെഹ്റു ട്രോഫി, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് 2024 നടന്നിട്ടുള്ളതാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയികൾ എന്ന് പറയുന്നത് കാരിച്ചാൽ ചുണ്ടനാണ്. അപ്പോൾ എല്ലാ വർഷവും എന്താണ് ഒരു ഭാഗ്യചിഹ്നം ഉണ്ടാകും. ഇത്തവണത്തെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് നീലു എന്നുള്ളതാണ്. എന്താണ് പേര്? നീലു എന്നുള്ളതായിരുന്നു 2024 ഭാഗ്യചിഹ്നത്തിൻ്റെ പേര്. ഈ പറയുന്ന കാരിച്ചാൽ ചുണ്ടൻ 2024 എന്ത് ചെയ്തു? വള്ളംകളിയുടെ ട്രോഫി നേടി. ഇവരുടെ 16ാമത്തെ തവണയാണ് ഇവർ കിരീടം ചൂടുന്നത്. കാരിച്ചാൽ ചുണ്ടൻ 16ാമത്തെ തവണയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നേടുന്നത്. അതുപോലെ തന്നെ അത് ആ പറയുന്ന ടീം എന്ന് പറയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആയിരുന്നു. അപ്പം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ തുടർച്ചയായിട്ടുള്ള 5ാം കിരീടം കൂടിയാണ് ഈ പറയുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം കാരിച്ചാൽ ചുണ്ടൻ, ആ കാരിച്ചാൽ ചുണ്ടൻ്റെ 16ാമത്തെ കിരീടമാണ്. ഈ പറയുന്ന ചുണ്ടൻ തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അവരുടെ തുടർച്ചയായിട്ടുള്ള 5ാമത്തെ കിരീടമാണ് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. തൊട്ടു മുന്നത്തെ വർഷം 2023 വിയ്യപുരമാണ്. വിയ്യപുരത്തിനാണ് എന്ത് ലഭിച്ചത്? ഈ പറയുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2024 70ാമത്തെയാണ് അതിൻ്റെ എന്താണ് ആർക്കാണ് ലഭിച്ചത്? കാരിച്ചാൽ ചുണ്ടനാണ് ലഭിച്ചിട്ടുള്ളത്. ഭാഗ്യചിഹ്നം നീലു, ഇതാണ് വള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ, അതാണ് ഈ പറയുന്ന ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം PSC ചോദിച്ചത്. PSC മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേരെന്താണ്? അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഭാഗ്യചിഹ്നം ഏതാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഉത്തരം? സി, ഓപ്ഷൻ സി ആണ് ഇവിടെ നീലു കൊടുത്തിട്ടുള്ളത്. അപ്പം നീലു എന്ന് പറയുന്നതാണ് കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ എന്നുള്ളതാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. പേരെന്താണ്? നീലു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ PSC എന്ത് ചെയ്തിട്ടുണ്ട്? നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു സ്പോർട്സ് ഐറ്റത്തിലേക്ക് പോവാം. 2025 പ്രഥമ ഖോ വേൾഡ് കപ്പിന് എന്താണ് വേദിയായ രാജ്യം ഏതാണ്? ഏതാണ്? ഖോ ലോകകപ്പ്. ഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ വെച്ചിട്ടാണ് ആ വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഖോ വേൾഡ് കപ്പ് 2025 എന്ന് പറയുന്നത് പ്രഥമ വേൾഡ് കപ്പായിരുന്നു. ഖോ എന്ന് പറയുന്ന സ്പോർട്സ് ഇവൻറ്റിൻ്റെ പ്രഥമ വേൾഡ് കപ്പാണ് നടന്നത്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്, ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അത് നടന്നിട്ടുള്ളത്. ആ വേൾഡ് കപ്പിൻ്റെ മത്സരങ്ങൾ ടീമായിട്ടാണ് പുരുഷന്മാരും സ്ത്രീകളും മത്സരിച്ചു. അത് രണ്ട് വിഭാഗത്തിലും കിരീടം ചൂടിയത് ഇന്ത്യയാണ്. പുരുഷന്മാരുടെ വിഭാഗത്തിലും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഭാഗത്തിലും എന്താണ് കിരീടം ചൂടിയത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ആയിട്ടുള്ളത് 2 വിഭാഗത്തിലും ആര് തന്നെയാണ്? അയൽ രാജ്യമായിട്ടുള്ള നേപ്പാളാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഖോ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 2025 ഫസ്റ്റ് ടൈം നടന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ആ പറയുന്ന വേൾഡ് കപ്പിലെ വിജയികൾ ആരാണ് എന്നുള്ളത് നമ്മൾ നോക്കുക. 2 പുരുഷ വിഭാഗത്തിലും അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലും സ്ത്രീകളുടെ വിഭാഗത്തിലും ആര് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്? ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളത്. റണ്ണറപ്പ് ആയിരിക്കുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് ഖോ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പർ കപ്പാസിറ്റർ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓപ്ഷൻ കാണുമ്പോഴത്തേക്കിന് ഉത്തർപ്രദേശ്, കർണാടകയൊക്കെ ആലോചിക്കും. പക്ഷെ അല്ല, നമ്മുടെ കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിൽ, കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലുള്ള കെൽട്രോണിലാണ് ഈ പറയുന്ന സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. കേരളത്തിൽ കണ്ണൂരാണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഇത് രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രമാണ്. കണ്ണൂർ കല്യാശ്ശേരിയിലുള്ള കെൽട്രോണിലാണ് കേട്ടോ ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ കൂടി സാങ്കേതിക സഹായമൊക്കെ വാങ്ങിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്ലാന്റ് നമ്മൾ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ്, ഇത് ഇത്രയും നമ്മുടെ സൂപ്പർ കപ്പാസിറ്റർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് ഇന്ത്യയിലെ ആദ്യത്തെ എവിടെയാണ്? കണ്ണൂർ.
കേരളത്തിലാണ്. മറ്റൊരു പ്രധാന കാര്യം, കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി നിലവിൽ വരുന്നത്, കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി സ്റ്റോറേജ് എനർജി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ എന്താണ് ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി എവിടെയാണ്? കാസർഗോഡാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് പല കാര്യങ്ങൾ ഒന്നിച്ച് തരുന്ന ചോദ്യങ്ങൾ PSC കുറേ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായി നാഗാലാൻഡ് മാറി. ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? നാഗാലാൻഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം നാഗാലാൻഡ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തത് എന്താണ്? 2023 കണക്കനുസരിച്ച് നൊബേൽ സമ്മാന ജേതാക്കൾക്ക് പുതുക്കിയ സമ്മാനത്തുക 13 ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ ആണ് എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 13 അല്ല 11 ദശലക്ഷമാണ്. ഓക്കെ ആണല്ലോ. അപ്പം 11 ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ എന്നുള്ളതാണെങ്കിൽ അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. അപ്പം അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. ശരിയല്ലേ? ഇന്ത്യയിൽ നമ്മുടെ ശാസ്ത്രജ്ഞരെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വിജ്ഞാന പുരസ്കാരങ്ങൾ, രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരമൊക്കെ നടപ്പാക്കി. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മറ്റൊന്ന് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ HS പ്രണോയ് റണ്ണറപ്പായി എന്നുള്ളതാണ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഏതാണ്? നമ്മുടെ നൊബേൽ സമ്മാനത്തിൻ്റെ തുകയാണ്. അത് എത്രയാണ്? 11 ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ എന്നായിരുന്നെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും. അപ്പം അത് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്, ABCD. അതിൽ D എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. പ്രസ്താവന B തെറ്റാണ്. ബാക്കി Aയും Cയും Dയും എന്താണ്? ശരിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പം അത് 4 കാര്യങ്ങൾ ഒന്നിച്ചൊരു ക്വസ്റ്റ്യനകത്ത് PSC ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പം ഇനിയും ചോദിക്കാം, അതൊന്ന് പഠിച്ചു പോവുക. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇനി അടുത്തത് 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കണോമി റിവ്യൂ എന്ന് പറയുന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ് എന്നുള്ളതാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മുടെ ബജറ്റൊക്കെ അവതരിപ്പിക്കുന്ന തൊട്ട് മുന്നേ ഒരു എക്കണോമിക് സർവേ വരും. അപ്പോൾ 2024 ആ ഒരു സർവേ ഉണ്ടായിരുന്നില്ല. അതിന് പകരം അതിന് ബദലായിട്ടാണ് ദ ഇന്ത്യൻ എക്കണോമി റിവ്യൂ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അത് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള വി അനന്ത നാഗേശ്വരനാണ്. ഓക്കെ, വി അനന്ത നാഗേശ്വരനാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. എന്താണ്? സാധാരണ എക്കണോമിക് റിവ്യൂ എന്നാണ് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുക ചെയ്യുന്നത്. പക്ഷേ 2024 എന്താണ്? ദ ഇന്ത്യൻ എക്കണോമി റിവ്യൂ എന്ന് പറയുന്ന തലക്കെട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അത് എഴുതിയ വ്യക്തി ആരാണ്? വി അനന്ത നാഗേശ്വരനാണ്. അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. മറ്റൊരു ചോദ്യം, 2024-25 വർഷത്തിൽ യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായിട്ടുള്ള ആരാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിർമ്മല സീതാരാമനാണ്. സ്ഥിരം PSC ചോദിക്കുന്നുണ്ടല്ലേ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി, കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ച ആരാണെന്ന്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുള്ളിക്കാരി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സംശയമില്ലാതെ ആൻസർ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്? അപ്പം ഹമാസ് ഇസ്രായേൽ സംഘർഷണ സമയത്ത് ഇന്ത്യ ഒരു രക്ഷാപ്രവർത്തനം നടത്തി. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. 4 ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻ അജയ്, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ ഹമാസ്. ഏതാണ് ഉത്തരം? ഓപ്പറേഷൻ അജയ് എന്നുള്ളതാണ്. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഓപ്പറേഷനുകളുടെ പേര് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. റീസെൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ, നമുക്കറിയാം അല്ലേ. ഓപ്പറേഷൻ സിന്ദൂർ എന്താണ്? പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ്. ഏത്? ഓപ്പറേഷൻ സിന്ദൂർ. അത് വളരെ റീസെൻ്റ് ആയിട്ട് നടന്നതാണ്. മറ്റൊന്ന് ഓപ്പറേഷൻ അഭ്യാസ്. എന്താണ്? ഓപ്പറേഷൻ അഭ്യാസ് നമ്മൾ ഒരു മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഡിഫൻസ് മിനിസ്റ്റർ ഡിഫൻസിൻ്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംഘടിപ്പിച്ച
രാജ്യവ്യാപക സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലാണ് ഏത് എന്ന് പറയുന്നത് ഓപ്പറേഷൻ അഭ്യാസ്. മെയ് 7-ാം തീയതി അതാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മെയ് 7-ാം തീയതിയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു മോക്ക് ഡ്രില്ലിന് കൊടുത്ത പേരാണ് എന്താണ് ഓപ്പറേഷൻ അഭ്യാസ് എന്ന് പറയുന്നത്. മറ്റൊരു ഓപ്പറേഷൻ കെല്ലർ. എന്താണ് ഓപ്പറേഷൻ കെല്ലർ? 3 ഓപ്പറേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആദ്യം ഓപ്പറേഷൻ അജയ് പറഞ്ഞു, അത് ഹമാസ് എവിടെയാണ് ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ അഭ്യാസ്. ഇനി ഒന്ന് പറയാൻ പോകുന്നത് ഓപ്പറേഷൻ കെല്ലർ ആണ്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ കെല്ലർ മേഖലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള ഭീകരവിരുദ്ധ നടപടി. ഇന്ത്യൻ സൈന്യം നടത്തിയ കെല്ലർ എന്ന് പറയുന്ന സ്ഥലത്ത്, കെല്ലർ മേഖലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടിയാണ് ഏത് എന്ന് പറയുന്നത് ഓപ്പറേഷൻ കെല്ലർ എന്ന് പറയുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ട് കുറേ അധികം ഈ പറയുന്ന ഓപ്പറേഷൻസ് നമ്മുടെ സൈന്യമൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു പോകണം. അപ്പോൾ അത് ചോദിക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്താണ്? സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേസ് എന്ന പേരിലുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. എന്ന് വെച്ചാൽ പേസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം പേസ് എന്ന പേരിൽ ഒരു ഉപഗ്രഹം നാസ 2024 ഫെബ്രുവരി 8-ന് വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാനാണ്. അപ്പം എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, അതെന്താണെന്നും പറഞ്ഞിട്ടുണ്ട്, അത് വിക്ഷേപിച്ച ദിവസവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷേ അതിൻ്റെ ഫുൾ ഫോമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പ്ലാങ്ക്ടോൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നുള്ളതാണ്. പ്ലാങ്ക്ടോൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ ഫുൾ ഫോമാണ് PSC ചോദിച്ചിട്ടുള്ളത്. PACE എന്നുള്ളതാണ്. എന്താണ്? പ്ലാങ്ക്ടൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം മാത്രമാണ് PSC ചോദിച്ചത്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. 2026 2026 നടക്കാൻ പോകുന്ന ശൈത്യകാല ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? ഇറ്റലിയിൽ വെച്ചിട്ടാണ്. ഇറ്റലിയിലെ മിലാനും കോർട്ടിന ഡി അംബസോയും എന്ന് പറയുന്നിടത്ത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 2024 26 ഇനി നടക്കാൻ പോകുന്നതാണ്. 2026 എന്ത് നടക്കുന്നത്? ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത്. ഇനി തൊട്ട് മുന്നേ 2022 നടന്നിട്ടുണ്ട്. അത് ബെയ്ജിങ്ങിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ബെയ്ജിങ്ങിൽ വെച്ചിട്ടാണ് 2022 ശൈത്യകാല ഒളിമ്പിക്സ് നടന്നത്. ജസ്റ്റ് വേദികളൊന്നും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ 2026 ഇനി നടക്കാൻ പോകുന്നതാണ്. ഇറ്റലിയിലാണ് നടക്കാൻ പോകുന്നത്. ഇനി അടുത്ത സമ്മർ ഒളിമ്പിക്സ് ആണ്. സമ്മർ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് 2024 ഒരു ഒളിമ്പിക്സ് നടന്നു നമുക്കറിയാം, പാരീസ് ഒളിമ്പിക്സ് അല്ലേ. 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നു. ഇത് 2028 നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ് വെച്ചിട്ടാണ്. 2028 നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽ വെച്ചിട്ടാണ്. അപ്പോൾ വേദികൾ ഏതൊക്കെയാണ് എന്നുള്ളതും വർഷങ്ങളും നമ്മളൊന്ന് പഠിച്ചു പോകണം. അപ്പോൾ ഇത് ശൈത്യ ഒളിമ്പിക്സും അതുപോലെ തന്നെ സമ്മർ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സ് 2 രീതിയിലുണ്ട്. അത് രണ്ടും നമ്മൾ പഠിക്കണം. ഈ പാരാ ഒളിമ്പിക്സും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഈ പറയുന്ന ശൈത്യകാല പാരാ ഒളിമ്പിക്സ് നടക്കുന്നതും ഇറ്റലിയിലെ മിലാനും കോർട്ടിന ഡി ആംബസോയും എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യവും നമ്മുടെ വേദികൾ, ഉച്ചകോടി നടന്ന വേദികളുമായി ബന്ധപ്പെട്ടതാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ്. 2024 എവിടെ വെച്ചാണ് ബ്രിക്സ് സമ്മേളനം നടന്നത് എന്നുള്ളതാണ്. എവിടെ വെച്ചാണ് 2024 നടന്നത്? റഷ്യയിൽ വെച്ചിട്ടാണ്. റഷ്യയിൽ വെച്ചിട്ടാണ് 2024 ഉച്ചകോടി നടന്നത്. അത് 16ാമത്തെ ബ്രിക്സ് സമ്മേളനമായിരുന്നു. 2024 ബ്രിക്സിന്റെ 16ാമത്തെ സമ്മേളനം റഷ്യയിലെ കസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത്. ഓക്കെ, അപ്പോൾ റഷ്യയുടെ കസാനിൽ വെച്ചിട്ട് 16ാം ബ്രിക്സ് സമ്മേളനം നടന്നു. ഇനി 2025 ഇനി നടക്കാൻ പോകുന്നതാണ്. ഇനി നടക്കാൻ പോകുന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്. ഇനി നടക്കാൻ പോകുന്നത് ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ വെച്ചിട്ടാണ്. ഇനി 2025 17ാമത്തെ ബ്രിക്സ് സമ്മേളനം നടക്കാൻ പോകുന്നത്. അപ്പം വേദികൾ പഠിക്കുമ്പോൾ വർഷം 16ാമത്തെ ബ്രിക്സ് സമ്മേളനം എവിടെ വെച്ച് നടന്നു, അതുപോലെ തന്നെ 2025 ഇനി നടക്കാൻ പോകുന്നത് എവിടെയാണെന്നും പഠിക്കാം. നേരത്തെ നമുക്ക് ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുമ്പോൾ ബ്രിക്സ് നമുക്ക് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, പിന്നീടാണ് സൗത്ത് ആഫ്രിക്ക വരുന്നത്. അപ്പോൾ അങ്ങനെ ദക്ഷിണാഫ്രിക്കയോട് ചേർന്ന ബ്രിക്സ് ആയിരുന്നു. ഇപ്പോൾ മെമ്പേഴ്സ് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ബ്രസീലിനെയും റഷ്യയും ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്കയെ കൂടാതെ സൗദി അറേബ്യ, ഈജിപ്ത്,
UAE, എത്തിയോപ്യ, അതുപോലെ തന്നെ 2025 ഇന്തോനേഷ്യയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ബ്രിക്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം ഇന്തോനേഷ്യയും കൂടി 2025 എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിക്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം ബ്രിക്സിൻ്റെ അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? 2024 ബ്രിക്സ് ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത്? കസാൻ, റഷ്യയിൽ വെച്ചിട്ടാണ്. എത്രാമത്തെ ഉച്ചകോടിയാണ്? 16ാമത്തെ ഉച്ചകോടിയാണ്. ഓക്കെ. ഇനിയും ഒരു ചോദ്യം കൂടിയുണ്ട് ബ്രിക്സുമായി ബന്ധപ്പെട്ടിട്ട് PSC ചോദിച്ചത്. അത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ചോദ്യമാണ്. കറണ്ട് അഫെയർസും ഉണ്ട്, അതുപോലെ തന്നെ ബ്രിക്സിൻ്റെ പ്രധാന കാര്യങ്ങളോട് ഉൾക്കൊള്ളുന്നതാണ് ആ ഒരു ചോദ്യം. 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നേക്കുന്നത്. നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഒന്ന് നോക്കാം. 16ാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, ഇപ്പോൾ 2024 16ാമത്തെ ഉച്ചകോടിയാണ് നടന്നതെന്ന് പറഞ്ഞു. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് എന്ന് പറഞ്ഞു. ആണോ? അല്ല, അത് റഷ്യയിലാണ്. അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്രിക്സിന് അങ്ങനെ ഒരു പ്രധാന ആസ്ഥാനമില്ല. ബാങ്കിന് ഷാങ്കായിൽ ഒരു ആസ്ഥാനമുണ്ട്. അല്ലാതെ ബ്രിക്സിന് അവർ ഉച്ചകോടി നടത്തുന്നത് എല്ലാ രാജ്യങ്ങളിലും ഓരോ റൊട്ടേറ്റ് ചെയ്താണ് അവരുടെ ഉച്ചകോടിയൊക്കെ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തത് 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2009 എന്ത് രൂപം കൊണ്ടത്? ബ്രിക്സ് എന്ന് പറയുന്നത് രൂപം കൊണ്ടിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 1ഉം 4ഉം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബ്രിക്സ് എന്ന് രൂപം കൊണ്ടു എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു ആൻസർ കൂടി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ 16ാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ എവിടെയാണ്? റഷ്യയിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ബ്രിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇത് 2024 ചോദിച്ചിട്ടുള്ളതാണ്. 2023 ചോദിച്ചതെന്ന്. അപ്പോൾ അന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 111 എന്നാൽ 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105 2025. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെ, HDI, നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം HDI 2025 എത്രാമതാണ് ഇന്ത്യയുടെ സ്ഥാനം? 130. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 130. ഓക്കെ. ആഗോള വിശപ്പ് സൂചിക 105, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 130. അടുത്തത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. കുറേ ഇൻഡെക്സുകളുണ്ട്. PSC സ്ഥിരം ആവർത്തിച്ച് കറങ്ങി പല ഇൻഡെക്സുകളും ചോദിക്കാറുണ്ട്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 151. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 151. മറ്റൊന്ന് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, സന്തോഷ സൂചിക. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം, ഇൻഡെക്സ് പ്രകാരം 2025 ഇന്ത്യയുടെ സ്ഥാനം 118. 118. ഓക്കെ. പ്രധാനപ്പെട്ട കുറച്ച് ഇൻഡെക്സുകളാണ്. ആഗോള വിശപ്പ് സൂചിക 2025 105, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 130, അതുപോലെ തന്നെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 151, മറ്റൊന്ന് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2025 118. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എത്ര റാങ്കിങ്ങിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു ചോദ്യം കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2023 നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇന്ത്യക്ക് 107 മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 107 ടോട്ടൽ 107 മെഡലുകളാണ് ലഭിച്ചത്. അതിൻ്റെ വേദി ചൈനയിലെ ഹാങ്ഷൗ ആയിരുന്നു. ചൈനയിലെ ഹാങ്ഷൗവിൽ വെച്ചിട്ടാണ് 2023 എന്ത് നടന്നിട്ടുള്ളത്? ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 4 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. മൊത്തം 107 മെഡലുകളാണ് ലഭിച്ചത്. അതിൽ 28 സ്വർണ്ണമുണ്ടായിരുന്നു, 38 വെള്ളി ഉണ്ടായിരുന്നു, 41 വെങ്കലമുണ്ടായിരുന്നു. അങ്ങനെ 107 മെഡലുകളാണ് ഇന്ത്യക്ക് നേടിയത്. ഇന്ത്യ 4ാം സ്ഥാനത്തായിരുന്നു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത 2023 ഇനി വരാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസ് 20ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. അത് നടക്കാൻ പോകുന്നത് ഐച്ചി നയോഗ ജപ്പാനിലെ ഐച്ചി നയോഗയിൽ വെച്ചിട്ടാണ് ഇനി വരാൻ പോകുന്ന 2026 എന്ത് നടക്കുന്നത്? ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ നമ്മുടെ 107 മെഡലുകൾ ഉണ്ടായിരുന്നു. അതിൽ 28 സ്വർണ്ണം, 38 വെള്ളി, 41 വെങ്കലമായിരുന്നു. അത് തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ 2023 ഇന്ത്യയുടെ മെഡൽ നില ഏതാണ്, എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഓപ്ഷൻ A ആണ് അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ ടോട്ടൽ 107 മെഡലുകളാണ്
ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം ആ ഒരു ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്തത്, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ എന്താണ് പാതയ്ക്ക് അടുത്തിടെ പുതിയ പേര് നൽകി. ആ പുതിയ പേര് ഏതാണെന്നുള്ളത് എന്താണ്? രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാത അറിയപ്പെടുന്ന പേര് കർത്തവ്യപഥ് എന്നാണ്. എന്താണ്? കർത്തവ്യപഥ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ എന്താണ് ആ ഒരു പാതയുടെ പേരെന്താണ്? കർത്തവ്യപഥ് എന്നാണ്. നോക്കിയാണല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. പുതിയ നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് പരേഡുകളൊക്കെ നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്തത് നാരി ശക്തി വന്ദൻ അധിനിയം. ഓക്കെ, അപ്പോൾ അതൊരു വുമൺ റിസർവേഷൻ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഈ പറയുന്ന നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നുള്ളതാണ്. അതായത് വുമൺ റിസർവേഷൻ ബില്ലാണ്. ആ ബില്ല് എന്നാണ് ലോക്സഭ പാസ്സാക്കിയത് എന്നുള്ളതാണ്. അത് ലോക്സഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20-നാണ്. 2023 സെപ്റ്റംബർ 20-നാണ് ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, 2023 സെപ്റ്റംബർ 20-ന് ലോക്സഭയിൽ എന്ത് പാസ്സാക്കി? നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ബില്ല് പാസ്സാക്കി. ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തി അർജുൻ റാം മേഘ്വാൾ ആണ് കേട്ടോ. എന്താണ്? ലോ മിനിസ്റ്റർ ആയിട്ടുള്ള എന്താണ് അർജുൻ റാം മേഘ്വാൾ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന ലോക്സഭയിൽ ആ ബില്ല് അവതരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട 106-ാം ഭരണഘടനാ ഭേദഗതിയാണ് 2023-ലെ 106-ാം ഭരണഘടനാ ഭേദഗതി. എന്തുമായി ബന്ധപ്പെട്ടാണ്? വനിതാ സംവരണ നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഈ ബില്ല് 128-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേട്ടോ. 128-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഈ പറയുന്ന വനിതാ സംവരണ നിയമം വരുന്ന ബില്ല്. ക്ലിയർ ആണല്ലോ? അത് നോക്കുക. ലോക്സഭ പാസ്സാക്കിയത് സെപ്റ്റംബർ 20, 2023 രാജ്യസഭ തൊട്ടടുത്ത ദിവസം തന്നെ പാസ്സാക്കും. സെപ്റ്റംബർ 21-ന് പാസ്സാക്കി. സെപ്റ്റംബർ 20-ന് ലോക്സഭ പാസ്സാക്കുന്നു, 21-ന് രാജ്യസഭ പാസ്സാക്കുന്നു, സെപ്റ്റംബർ മാസം 28-ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. 2023 സെപ്റ്റംബർ 28-ന് ആര് ഒപ്പുവെക്കുന്നു? രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ബില്ലിൽ ഒപ്പുവെച്ചത് നിയമമാകുന്നു. അങ്ങനെ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഓക്കെ, അപ്പം വനിതാ സംവരണ ബില്ല് നിയമത്തിൽ അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. പേര് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ല്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ബീഹാറാണ്. ഓക്കെ, അപ്പോൾ ബീഹാറിലാണ് ഇന്ത്യയിൽ ആദ്യമായി 50% എന്ത് ചെയ്യുന്നത്? സ്ത്രീകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% സംവരണം നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ബീഹാറാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2024-ലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായിട്ടുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ് എന്നുള്ളതാണ്. പ്ലാനറ്റ് എർത്ത് പുരസ്കാരം 2024-ലെ പ്ലാനറ്റ് എർത്ത് അമേരിക്കയിലെ ഒറിഗോൺ സർവകലാശാല ആസ്ഥാനമായിട്ടുള്ള വേൾഡ് അലയൻസ് ഓഫ് സയൻറ്റിസ്റ്റ് ആണ് പുരസ്കാരം നൽകുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന വേൾഡ് അലയൻസ് ഓഫ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന അവർ പുരസ്കാരം നൽകുന്നതാണ്. അപ്പോൾ അവർ നൽകിയിട്ടുള്ള പ്ലാനറ്റ് എർത്ത് പുരസ്കാരം 2024 ലഭിച്ചിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരൻ്റെ പേര് ഡോക്ടർ എസ് ഫൈസി ആണ്. ഇദ്ദേഹം മലയാളി കൂടിയാണ്. ഡോക്ടർ എസ് ഫൈസിക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? 2024-ലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനൊക്കെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്തത്, കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് 2023-24 ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ചൈനയാണ്. 2023-24 വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നമ്മുടെ വ്യാപാര പങ്കാളി ആയിരുന്നത് ചൈനയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ B ആയിരുന്നു, ചൈന. അടുത്തത് 2024-ലെ ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ 24-ലെ എക്സാമുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് അഫയേഴ്സിൽ അതാണ് ചോദിച്ചിട്ടുള്ളത്. 2024-ലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത് എന്നുള്ളതാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഓപ്പൺഹൈമർ ആണ്. 2024-ലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2025-ലെ ഓസ്കാറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ആ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ നിന്ന് എടുത്തിട്ടുള്ളതായതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത്.
2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. അങ്ങനെയാണെങ്കിൽ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് എന്താണ്? കില്ലിയൻ മർഫിക്കാണ്. കില്ലിയൻ മർഫിക്കാണ് 2024 മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി വെച്ചിരിക്കുക. 2025 ബന്ധപ്പെട്ട് ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന പുരസ്കാരങ്ങളൊന്ന് നോക്കാം. മികച്ച ചിത്രം അനോറയാണ്. മികച്ച ചിത്രം 5 ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച ചിത്രം അനോറയാണ്. ആ അനോറയുടെ സംവിധായകനാണ് മികച്ച സംവിധായകൻ സീൻ ബേക്കർ. ആണ് സീൻ ബേക്കറാണ് മികച്ച സംവിധായകൻ എന്ന് പറയുന്നത്. മികച്ച ചിത്രം അനോറയാണ്. മികച്ച സംവിധായകൻ ആരാണ്? സീൻ ബേക്കറാണ്. അനോറയുടെ സംവിധായകനാണ്. മികച്ച നടി ആ അനോറ എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള മിക്കി മാഡിസൺ ആണ്. മിക്കി മാഡിസൺ ആണ് എന്ത്? മികച്ച നടി. ഓസ്കാർ പുരസ്കാരം 2025 മികച്ച നടിയായിട്ടുള്ളത് ആരാണ്? മിക്കി മാഡിസൺ ആണ്. ഓക്കെ ആണല്ലോ. മികച്ച നടൻ എന്ന് പറയുന്നത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ച എന്താണ്? ആൻഡ്രിയൻ ബ്രോഡിക്കാണ്. ആൻഡ്രിയൻ ബ്രോഡിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പം മികച്ച ചിത്രം അനോറയാണ്. മികച്ച സംവിധാനം സീൻ ബേക്കറാണ്. നടി ആരാണ്? നടൻ ആരാണെന്ന് നോക്കുക. നടി മിക്കി മാഡിസൺ. മിക്കി മാഡിസൺ ആണ് അനോറയുടെ ചിത്രത്തിന് തന്നെയാണ് മികച്ച നടിയായത്. മികച്ച നടൻ ആരാണ്? ആൻഡ്രിയൻ ബ്രോഡിയാണ്. ആൻഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ട ഓസ്കാർ പുരസ്കാരങ്ങളാണ് അതൊക്കെ. അതിൽ മലയാള ചിത്രം, അതായത് ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട മലയാള ചിത്രം എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. 2025 എന്താണ് ഓസ്കാർ പുരസ്കാരത്തിനകത്ത് പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട മലയാള ചിത്രം എന്ന് പറയുന്നത് ആടുജീവിതമായിരുന്നു. ഓക്കെ ആണല്ലോ. അത് ഓസ്കാർ 2025 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. 2024 നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് എന്താണ് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഹാൻകാങ്ങിനെ കുറിച്ചുള്ള കുറച്ച് പ്രസ്താവനകൾ തന്നിട്ട് ഇതിൽ ശരി ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നുള്ളതാണ് ചോദിച്ചത്. എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്? സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. അത് കറക്റ്റാണ്. സാഹിത്യ എന്താണ് നൊബേൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻകാങ്. അതുപോലെ തന്നെ സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് എന്ന് പറയുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റൊന്ന്, ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുണ്ട്. മാൻ ബുക്കർ പുരസ്കാരം 2016 ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന നോവലിന് ആർക്ക്? ഹാൻകാങ്ങിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായിട്ടുള്ള രചനയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ ആരെക്കുറിച്ചിട്ടുള്ളതാണ്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഹാൻകാങ്ങിനെ കുറിച്ചിട്ടാണ്. നൊബേൽ പുരസ്കാരങ്ങൾ 2024 നൊബേൽ പുരസ്കാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ഉത്തരം. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഹാൻകാങ്ങിനാണ് ദക്ഷിണ കൊറിയൻ സ്വദേശിയായിട്ടുള്ള ഹാൻകാങ്ങിന് സാഹിത്യത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചു. 2016 ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന നോവലിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചു. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഹ്യൂമൻ ആക്സ് എ നോവൽ, ദ വൈറ്റ് ബുക്ക് ആത്മകഥാപരമായിട്ടുള്ളൊരു ബുക്കാണ് ദ വൈറ്റ് ബുക്ക്, ഐ ഡോണ്ട് ബിഡ് ഫെയർവെൽ എന്ന് പറയുന്ന കൃതി, ഗ്രീക്ക് ലെസൺസ് എന്ന് പറയുന്ന കൃതി. ഇതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. 2024 നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് എല്ലാ മേഖലയിലുള്ള നൊബേൽ പുരസ്കാരങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തത് കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാര്? മന്ത്രിമാരും വകുപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കേരളത്തിലെ ആയാലും കേന്ദ്രത്തിൻ്റെ ആയാലും നമ്മൾ പഠിച്ചു പോകണം അല്ലേ. അപ്പോൾ അതിൽ കേരള സംസ്ഥാനത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ കാണാൻ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ അറിയണം. റോഷി അഗസ്റ്റിൻ ആണ് അല്ലേ. റോഷി അഗസ്റ്റിൻ ആണ് ജലവിഭവ മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതിൽ 4 ഓപ്ഷൻസിൽ ഒന്ന് കെ കൃഷ്ണൻകുട്ടി. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയാണ്. അനേർട്ടിൻ്റെ ചുമതല കൂടിയുണ്ട്. കെ കൃഷ്ണൻകുട്ടി എന്താണ്? വൈദ്യുതി, അനേർട്ട് എന്ന് പറയുന്ന 2 ചുമതലകൾ വഹിക്കുന്ന മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. അടുത്തത് ജെ ചിഞ്ചുറാണിയാണ്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മൃഗശാലകൾ. അപ്പം മൃഗസംരക്ഷണം, ക്ഷീരവികസനം ഒക്കെ ആർക്കാണ്? മിൽമയുമായി ബന്ധപ്പെടുന്ന ചുമതലയൊക്കെ
ജെ ചിഞ്ചുറാണി ആണ് വകുപ്പ്. അതുപോലെ തന്നെ വെറ്റിനറിയുമായിട്ട് ബന്ധപ്പെടുന്ന യൂണിവേഴ്സിറ്റിയുടെ ചുമതല കൂടി ജെ ചിഞ്ചുറാണിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പം മന്ത്രി ജെ ചിഞ്ചുറാണിക്കാണ് മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ഒക്കെ വരുന്നത്. മറ്റൊരു ഓപ്ഷൻ പി പ്രസാദ് ആണ്, കൃഷി മന്ത്രിയാണ് പി പ്രസാദ്. കൃഷി കൂടാതെ മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, അതുപോലെ തന്നെ കാർഷിക സർവകലാശാല എന്ന് പറയുമ്പോൾ അത് കൃഷിയിൽ ഉൾപ്പെടുന്നതാണ്. അതിൻ്റെ ചുമതല പി പ്രസാദിനാണ്. അതുപോലെ തന്നെ വെയർ ഹൗസിംഗ് കോർപ്പറേഷനൊക്കെ അദ്ദേഹത്തിന് ചുമതലയുള്ള വകുപ്പുകളാണ്. പ്രധാനമായും നമ്മുടെ 4 ഓപ്ഷൻ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വൈദ്യുതി മന്ത്രിയാണ്, മൃഗസംരക്ഷണം, അതുപോലെ തന്നെ ക്ഷീരവികസനം, കൃഷി മന്ത്രിയാണ് പി പ്രസാദ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം ന്യൂസിൽ കാണുന്ന പേരുകളാണ്. ഓക്കെ, ഇനി അടുത്തതും മന്ത്രിമാരെ ബേസ് ചെയ്തിട്ടാണ്. കായിക വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ്. കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ആരാണ്? വി അബ്ദുറഹ്മാനാണ് അല്ലേ. വി അബ്ദുറഹ്മാനാണ് കേരളത്തിൻ്റെ കായിക മന്ത്രി എന്ന് പറയുന്നത്. അതിൽ അടുത്ത ഓപ്ഷൻ പി രാജീവാണ്. എന്താണ് പി രാജീവ്? നിയമമന്ത്രി, വ്യവസായം, നിയമം, വാണിജ്യം, അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ പി രാജീവിൻ്റെ ചുമതലയിലാണ്. ഖനനം, കൈത്തറി, ജിയോളജി വകുപ്പ്, ഖാദി ഗ്രാമ വ്യവസായങ്ങൾ, കയർ വ്യവസായം, കശുവണ്ടി, ഇതൊക്കെ പി രാജീവിൻ്റെ ചുമതലയിലുള്ള വകുപ്പുകളാണ്. പ്രധാനമായിട്ടും നിയമവും വ്യവസായവും വാണിജ്യമാണ് നമുക്ക് ഓർത്തിരിക്കും. നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ നിയമവകുപ്പും അതുപോലെ തന്നെ വ്യവസായ വകുപ്പും ഒക്കെ. അടുത്തത് എ കെ ശശീന്ദ്രനാണ്. ഇപ്പം സ്ഥിരം ന്യൂസിൽ നമ്മൾ വനമേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. വനം, വന്യജീവി അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. എ കെ ശശീന്ദ്രനാണ്. മറ്റൊന്ന് ജി ആർ അനിലാണ്, ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് അല്ലേ. ജി ആർ അനിൽ ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, അതുപോലെ തന്നെ ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി വകുപ്പൊക്കെ ജി ആർ അനിലാണ്. അപ്പോൾ ഓരോ ഓപ്ഷൻസും പ്രധാനപ്പെട്ട വകുപ്പുകളും എല്ലാ മന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു പോകണം. ഓക്കെ, അടുത്തത് 2ാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു. അദ്ദേഹത്തിൻ്റെ ഏത് മണ്ഡലമാണ് എന്നുള്ളതാണ്. അദ്ദേഹം എവിടെ നിന്നുള്ളതാണ്? മാനന്തവാടിയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് ആര്? ഒ ആർ കേളു. അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒ ആർ കേളു ആരാണ്? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രിയാണ്. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ്? മാനന്തവാടിയിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം വകുപ്പ് ഏത് സ്ഥലത്തു നിന്നാണ് എന്നുള്ളതൊക്കെ PSC ചോദിക്കാം. അടുത്തൊരു ചോദ്യം, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി, തൊഴിൽ പൊതുവിദ്യാഭ്യാസം ആരാണ്? വി ശിവൻകുട്ടിയാണ്. തൊഴിലും പൊതുവിദ്യാഭ്യാസവും വി ശിവൻകുട്ടിയാണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് സജി ചെറിയാൻ ഫിഷറീസ്, യുവജനകാര്യം, സാംസ്കാരിക വകുപ്പ്, ഫിഷറീസ്. പ്രധാനമായിട്ട് എപ്പോഴും സാംസ്കാരിക വകുപ്പുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കാറുണ്ട്. ഫിഷറീസുമായി ബന്ധപ്പെടുന്ന കാര്യം, യുവജനകാര്യം മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. ദേവസ്വം മന്ത്രി, അതുപോലെ തന്നെ തുറമുഖത്തിന് ചുമതലയുള്ള മന്ത്രി എന്ന് പറയുന്നത് VN വാസവനാണ്. അദ്ദേഹത്തിന് സഹകരണ മേഖല കൂടി ചുമതലയുണ്ട്. തുറമുഖങ്ങൾ, സഹകരണ മേഖല, ദേവസ്വം ഒക്കെയുള്ള വകുപ്പ് VN വാസവനാണ്. നമ്മൾ ഓപ്ഷനുകൾ ഓരോന്ന് പറഞ്ഞു പോവുകയാണ്. ഇനിയുള്ളത് കെ രാജനാണ്. കെ രാജൻ റവന്യൂ വകുപ്പാണ്. ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം. ഓക്കെ, അപ്പം